PV അൻവർ പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്തിൻ്റെ പകർപ്പ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആ ഭാഗമാണ് വായിക്കുന്നത്. അതിലെ പേജ് വായിക്കുകയാണ്. അവസാന ഭാഗത്തുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങിവെക്കുകയും കേസ് അന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോട് പ്രത്യേകം അന്വേഷിക്കുകയും അവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ എടുക്കാതെയായ പരാതിക്കാരികൾ ഉണ്ട് എന്നുള്ളതും എനിക്കറിയാം. തൽക്കാലം പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നാൽ താങ്ങാനാകാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരുമെന്നുള്ളത് എനിക്കുറപ്പാണ്. സഖാവെ, ഒരു സഖാവെന്ന നിലയ്ക്ക് ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ പാർട്ടിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ആയതിനാൽ മേൽക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും വിശദമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് PV അൻവറിൻ്റെ കത്തിൻ്റെ ഒരു ഭാഗം. ഈ കാര്യത്തെക്കുറിച്ചാണ്, ലൈംഗിക ആരോപണമാണോ എന്ന ചോദ്യമാണ് നേരത്തെ അൻവറിനോട് ചോദിച്ചിരുന്നത്. അപ്പോൾ തനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, തനിക്ക് ബോധ്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തി എന്നാണ് PV അൻവർ പറഞ്ഞിരുന്നത്. പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയ MV ഗോവിന്ദൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും ഈ ചോദ്യം ഉയർന്നിരുന്നു. ലൈംഗികാരോപണം P ശശിയുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൈംഗികാരോപണം ഇല്ല. ഈ കത്തിലെ വരികൾ വെച്ച് നോക്കുമ്പോൾ അതൊരു ലൈംഗികാരോപണമായി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫോൺ നമ്പർ സ്വാഭാവികമായി ഒരു പരാതി പറയുന്ന ആളുടെ ഫോൺ നമ്പർ മേടിക്കുന്നു. പക്ഷേ അത് സ്ത്രീകളാകുമ്പോൾ അവരെ വീണ്ടും വീണ്ടും വിളിക്കുകയും അവരോട് അന്വേഷണം എന്തായി എന്ന് ചോദിക്കുന്ന രീതി അത് പലർക്കും ബുദ്ധിമുട്ടാവുകയും അങ്ങനെ ഫോൺ കോളുകൾ എടുക്കാതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമാണ് PV അൻവർ പറയുന്നത്. P ശശിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്വഭാവ ദൂഷ്യത്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്തായിരുന്നത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട കേസുകൾ വാദിക്കുന്ന അഭിഭാഷകനായി എത്തുകയും പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുകയും ജില്ലാ സെക്രട്ടറിയായി മാറുകയും പിന്നീട് അങ്ങോട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് എലവേറ്റ് ചെയ്യപ്പെടുകയും ആയിരുന്നു. P ശശിയുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ വരികൾ പാർട്ടി എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളതാണ് അൻവർ പറയുന്നത്. പക്ഷേ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നുകൂടി പറഞ്ഞാണ് അദ്ദേഹം ആ കത്ത് അവസാനിപ്പിക്കുന്നത്. ബിനിൽ പോത്തൻ ബാബു ഉണ്ട് വിവരങ്ങളുമായി. ബിനിൽ, 12 പേജ് വരുന്ന പരാതിയാണ് ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയത്. P ശശിയുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെയെങ്കിൽ ഞാനത് പുറത്തു വിടുകയാണ് എന്നാണ് PV അൻവർ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിലെ ആ ഒരു ഭാഗം മാത്രമാണോ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്? പ്രതിയല്ല, പരാതിയുടെ മുഴുവൻ പകർപ്പും PV അൻവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ PV അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഉന്നയിക്കുകയും അതിൻ്റെ പരാതി മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പിന്നീട് അതിൻ്റെ പകർപ്പ് സഖാവ് TP രാമകൃഷ്ണൻ LDF കൺവീനർ ഇന്ന് ഇതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഗുരുതരമായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതികൾ അല്ലെങ്കിൽ ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ആ വിധത്തിലുള്ള പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ PV അൻവർ കള്ളം പറയുന്നു എന്ന വിധത്തിലുള്ള ധ്വനി വെച്ചിട്ടുള്ള പ്രചാരണങ്ങൾ ഇടതു കേന്ദ്രങ്ങളിൽ നിന്നും CPIM കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ PV അൻവർ ഈ പരാതിയുടെ മുഴുവൻ പകർപ്പും പുറത്തേക്ക് വിട്ടിരിക്കുന്നത്, മാധ്യമങ്ങളിലേക്ക് വിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനത്തെ പേജിലാണ്, പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുള്ള അവസാനത്തെ പേജിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്മൃതി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 8ാമത്തെ പോയിന്റായി സാമ്പത്തിക തർക്കത്തിലെ മധ്യസ്ഥൻ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് P ശശിക്കെതിരെ പറയുന്ന കാര്യങ്ങളാണ് PV അൻവർ ഈ പരാതിയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. അതിൽ PV അൻവർ പറയുന്നത് ഇങ്ങനെയാണ്: അവസാനമായി എനിക്ക് പാർട്ടി നേതൃത്വത്തോട് പറയാനുള്ളത്, പാർട്ടി അവരോധിച്ച് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ അന്യായമായി ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നുണ്ടെന്നും ചില കേസുകൾ 2 പാർട്ടിക്കായും തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കി ഇവർക്കിടയിൽ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച് കമ്മീഷൻ
കൈപ്പറ്റുന്നുണ്ട് എന്നും സൂചനയുണ്ട്. ഇക്കാര്യങ്ങളും പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ബഹുമുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങിവെക്കുകയും കേസന്വേഷണം എങ്ങനെ പോകുന്നുവെന്നും അവരോട് പ്രത്യേകം അന്വേഷിക്കുകയും അവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ എടുക്കാതായതും അങ്ങനെ ഒരു പരാതിക്കാരി ഉള്ളതായും തനിക്കറിയാമെന്നും കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ പോയിന്റ്, ഈ പരാതിയിൽ പറയുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മഞ്ചേരിയിലെ അബ്ബാസ് എന്ന വ്യക്തി എൻ്റെ സുഹൃത്തും പാർട്ടി അനുഭാവിയും ജീവകാരുണ്യ രംഗത്തെ സജീവ സാന്നിധ്യവുമാണ്. ശ്രീ അബ്ബാസ് 2023 ഏപ്രിൽ മെയ് മാസത്തിൽ എന്നെ വന്ന് കാണുകയും തൻ്റെ അനുജൻ അഷ്റഫ് അലി നടത്തിവരുന്ന ഷോപ്പുകളിലെ ചില ഷോപ്പുകൾ അഷ്റഫ് അലിയുടെ മാനേജറും വർക്കിംഗ് പാർട്ട്ണറും ആയിരുന്ന കോഴിക്കോട് സ്വദേശി ഷബീർ എന്നയാൾ കള്ളരേഖകൾ ഉണ്ടാക്കി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മാറ്റം വരുത്തി സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് കോഴിക്കോട് സിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ലെന്നും പോലീസ് വഞ്ചന നടത്തിയ ഷബീറിനൊപ്പം നിൽക്കുകയാണെന്നും അതുകൊണ്ട് നീതി ലഭിക്കാൻ സഹായിക്കണമെന്നും തന്നോട് പറഞ്ഞതായി അൻവർ പറയുന്നു. രേഖകൾ പരിശോധിച്ചപ്പോൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ അബ്ബാസിനെയും കൂട്ടി കോഴിക്കോട് പാർട്ടി ഓഫീസിൽ പോയി പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് മോഹനൻ മാഷെ കാണുകയും അബ്ബാസ് കാര്യങ്ങൾ വിശദീകരിക്കുകയും സത്യത്തിന്റെ കൂടെ ഇപ്പോഴും പാർട്ടി ഉണ്ടാകുമെന്നും അതാണ് പാർട്ടി നിലപാടെന്നും അബ്ബാസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഉണ്ടായി. മോഹനൻ മാഷ് പിന്നീട് പലതവണ പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല അബ്ബാസിന്റെ അനുജന്റെയും ഭാര്യയുടെയും പേരിൽ പോലീസ് കള്ളക്കേസെടുക്കുകയാണ് ഉണ്ടായത്. അതായത് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ ഇക്കാര്യങ്ങൾ താൻ MLA എന്ന നിലയിൽ PV അൻവറും ഒപ്പം തന്നെ ഈ അബ്ബാസുമായി ചേർന്നുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇക്കാര്യങ്ങൾ പോലീസിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ട് പോലും അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അനുജന്റെയും ഭാര്യയുടെയും പേരിൽ പോലീസ് കള്ളക്കേസ് എടുക്കുകയാണ് ഉണ്ടായതെന്ന് ഭരണകക്ഷിയോടൊപ്പം നിന്നിരുന്ന ഒരു MLA പറയുകയാണ്. പോലീസിന്റെ ഏകപക്ഷീയമായ ഇടപെടലുകൾക്ക് കാരണം എന്താണെന്ന് അബ്ബാസ് അന്വേഷിച്ചപ്പോൾ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നുവെന്നും ഞങ്ങൾ നിസ്സഹായരാണെന്നും ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി എന്ന വെളിപ്പെടുത്തലും PV അൻവർ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. സ്മൃതി, അതായത് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ രേഖാമൂലം അതായത് പാർട്ടി നിഷേധിക്കുകയും മുഖ്യമന്ത്രി തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഗ്രാവിറ്റി ഇത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് ഈ പരാതി പുറത്തു വരുമ്പോൾ വ്യക്തമാവുകയാണ്. ഇക്കാര്യങ്ങളാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും നിഷേധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി, ശരി. ആർ ശ്രീജിത്തും അഷ്കർ അലിയും കൂടിയുണ്ട് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകാൻ. അഷ്കർ, ഇപ്പോൾ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണല്ലോ അൻവർ കത്ത് പുറത്തുവിടുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ മധ്യസ്ഥനാണ്, അന്യമായി ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നു എന്നുള്ളതാണ്. P ശശി കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന പരാതിയിൽ പറയുന്നു. അതിൻ്റെ തെളിവുകളടക്കം തൻ്റെ പക്കലുണ്ട് എന്നുള്ളത് തന്നെയല്ലേ അൻവറിൻ്റെ വാദം. അതോടൊപ്പം സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം ഒരു ശൃംഗാരിയുടെ ഭാവം എടുത്തണിയുന്നു. പരാതി നൽകുന്നവരെ, കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ വീണ്ടും വീണ്ടും ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുകയും അവർ ആ ഫോൺ എടുക്കാതാവുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നു.